ലൈംഗിക അതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി മുൻ ജഡ്ജിക്കെതിരെ അന്വേഷണം തുടരുകയാണ്. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുൻപാകെ ജില്ലാ ജുഡീഷ്യറി ചുമതലയിലുള്ള രജിസ്ട്രാർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. പരാതിയിന്മേൽ ജഡ്ജി വി ഉദയകുമാറിനെതിരെ നടപടിയുണ്ടാകാനാണ് സാധ്യത. ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കുടുംബ കോടതിയിൽ നിന്നും വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് ജഡ്ജിയെ സ്ഥലം മാറ്റിയിരുന്നു. ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് ചവറ കുടുംബ കോടതിയിലെ ചേംബറിൽ വെച്ച് ജഡ്ജി കേസിലെ കക്ഷിയായ യുവതിയോട് ലൈംഗികാതിക്രമണം നടത്തിയതായി പരാതി ഉയർന്നത്. ജില്ലാ ജഡ്ജിക്ക് നൽകിയ പരാതി ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു. രേഖാമൂലമുള്ള പരാതിക്ക് പുറമെ മുൻപ് ഒട്ടേറെ ആക്ഷേപങ്ങളും ഉദയകുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയാൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടാകും ആഭ്യന്തര അന്വേഷണ സമിതി തുടർ നടപടി സ്വീകരിക്കുക. അതേസമയം ജഡ്ജി വി ഉദയകുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്താത്തതിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട്. ജനം, കൊല്ലം.